मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। നീ 900 പ്രാവശ്യം ഡംബിൾസ് പൊക്കിയോ? അല്ല, ഞാൻ തുടങ്ങിയത് തന്നെ 900-ന് ശേഷമാണ്. അതിനു മുമ്പുള്ളതൊന്നും എണ്ണാൻ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലല്ലോ. എടാ അങ്ങോട്ട് നോക്ക്, കിറ്റിയുടെ വീട്ടിലേക്ക് ഒരു മുതല പോകുന്നു. പണ്ണി പറഞ്ഞത് ശരിയാണല്ലോ, അവൻ വല്ലാത്തൊരു ആപത്ത് പിടിച്ചവനാ. നമ്മൾ എങ്ങനെയെങ്കിലും കിറ്റിയെ രക്ഷിക്കണം. കിറ്റിയെ ഞാൻ രക്ഷിക്കാം. ഈ മസിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം പൊട്ടിച്ച് കാണിക്കാം. ആദ്യം നമുക്ക് കിറ്റിയെ രക്ഷിക്കാം. ഞാൻ ഒരു തമാശ ഇതുവരെ കേട്ടില്ലല്ലോ, പിന്നെ എന്തിനാ കൈയടിക്കുന്നത്? കിറ്റി പേടിക്കണ്ട, ഞങ്ങളിത് എത്തിപ്പോയി. നല്ലവനെ. എടാ, നിനക്ക് എന്തൊരു തൊലി കെട്ടിയാടാ. ഇവൻ എന്ത് ക്രീമാണോ ഉപയോഗിക്കുന്നത്? നിന്നെ ഞങ്ങൾ വിടില്ലടാ. ആ മുതലച്ചാറ് കന്നസാറിനെ വിഴുങ്ങിയെന്നാ തോന്നുന്നത്. അവന്റെ വായിന്നല്ലേ പുറത്തേക്ക് വന്നത്. എടാ കഴുതേ, കുതിരവണ്ടി ഓടിച്ചു പോകും നല്ല രാജാവ്. മുതല എന്നെ വിഴുങ്ങിയതല്ല, ഞാൻ തന്നെ മുതലയായി മാറിയതാണ്. അടികൈ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഉത്സവം കഴിഞ്ഞപ്പോ നാട്ടുകാരെല്ലാം ഒഴിഞ്ഞുപോയി. ഉണ്ടായിരുന്ന 16 പല്ല് കൊഴിഞ്ഞുപോയി. വേറെ കുഴപ്പമൊന്നുമില്ല. അടികൈ. പക്ഷെ അങ്ങനത്തിനാണ് മുതലയുടെ കോസ്റ്റ്യൂം ഇട്ടത്. സിറ്റിയിൽ വലിയൊരു ഡയറക്ടർ വരാൻ പോവുകയാണ്. ത്രിപാഠി എന്നാ പേര്. മൃഗങ്ങളെ വെച്ചാ സിനിമ എടുക്കുന്നേ. ഞാൻ അങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ചു പോയതാ. അതെയോ? ശരി, നമുക്ക് ഓഡിഷന് പോകാം. ജീവിതത്തിൽ ഏറ്റവും അടിച്ചു പൊളിക്കുന്നത് കൗമാരപ്രായമാണ്. ആ ഡയറക്ടർ എല്ലാവരോടും ചോദിക്കുന്നത് ഒറിജിനലാണ്. അടികൈ. അതെയോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾ ഓഡിഷന് പോകാം. ഐഡിയ. കണി അകത്തേക്ക് പോയെന്നാണ് തോന്നുന്നത്. ലൈനിൽ വന്നൂടെ നിനക്ക്? രാവിലെ മുതൽ നിൽക്കുക ഇവിടെ. കുതിര എഴുന്നിട്ട് 3 പ്രാവശ്യം ഞാൻ ഇരുന്ന് കഴിഞ്ഞു. ക്ഷീണത്തിലാ. എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. സർപ്പച്ചേട്ടാ, അങ്ങയുടെ കോയിൻ താഴെ വീണു. നീ എന്താടാ കരുതിയത്? ഞാൻ ലൈനിൽ നിന്ന് മാറിപ്പോകുന്നോ? എന്നെക്കാളും ബുദ്ധിമാനാ ഞാന്. ഓടാ അവിടെ. ഇന്നത്തെ ഓഡിഷൻ തീർന്നു. അല്ല, നമ്മൾ എങ്ങനെ അകത്തേക്ക് പോവുക? തിരിച്ചു പോകേണ്ടി വരുമോ തോന്നുന്നേ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതാ. നമ്മൾ ഇന്ന് ഓഡിഷൻ കഴിഞ്ഞേ പോകൂ. പക്ഷെ നമ്മൾ അകത്തേക്ക് എങ്ങനെ പോവും? ഐഡിയ. നമുക്ക് ഈ വഴി അകത്തേക്ക് പോകാം. പക്ഷേ ഇത് വളരെ മുകളിലാണ്. ഐഡിയ. വാവ്, എന്തൊരു ഡെഡിക്കേഷൻ ആണ്. വാവ്, സാഹസികരും കൂടിയാണ്. വെൽക്കം വെൽക്കം. ഞാനാണ് ഡയറക്ടർ സ്പോട്ട് ബോയ് ത്രിപാഠി. അങ്ങയുടെ സ്കൂട്ടർ പിന്നീട് സ്റ്റാർട്ട് ചെയ്താ പോരെ? ഡയറക്ടറിന്റെ പേര് സ്പോട്ട് ബോയ് ത്രിപാഠി. സിനിമയുടെ കഥ തന്നെ ചായ കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇതുപോലൊരു ഡയറക്ടറെ കൊണ്ടുവന്നത്.
കുട്ടികളെ, എന്റെ പേരാണ് സ്പോട്ട് ബോയ് ത്രിപാഠി. നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. ഓഹോ, ക്യാമറയിൽ ഞാൻ നിങ്ങളുടെ കഴിവുകളെല്ലാം നേരിട്ട് കണ്ടതാണ്. നിങ്ങൾ ഓഡിഷനായി തയ്യാറായിക്കൊള്ളൂ. എല്ലാവരും തയ്യാറാണല്ലോ അല്ലേ? നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണോ? ഗൊറില്ലയുടെ കൂടെ? എന്തിനാ പേടിക്കുന്നേ? ഇത് സിനിമയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഗൊറില്ല ആയിരിക്കും. എന്റെ സിനിമയിലെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ഒറിജിനൽ ഗൊറില്ലയോടൊപ്പമായിരിക്കും. നമ്മൾ പെർഫെക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. എന്നാൽ ഫിലിമിലെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. സംശയമുണ്ടോ? തയ്യാറാണോ? ശരി, എന്നാൽ നമ്മളാരും ഇവനെ തല്ലണ്ട ഒരാവശ്യവുമില്ല. അവൻ തന്നെത്താനങ്ങ് തല്ലിച്ചാവുന്ന എനിക്ക് തോന്നുന്നത്. ഗൊറില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വല്ലാത്ത ദേഷ്യത്തിലെന്ന അർത്ഥം. കുടിക്കാൻ വെള്ളം വേണോ? ഓഹോ, നിങ്ങളോട് ആരാണ് ചോദിച്ചത്? ഞാൻ ചോദിച്ചത് ഗൊറില്ലയോടാണ്. സീൻ ചെയ്ത് പാവം വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇത് കേട്ടിട്ട് എന്റെ കണ്ണിൽ കൂടെ വെള്ളം വരികയാണ്. സംശയമുണ്ടോ? കൊള്ളാം. അടുത്ത സീൻ മലയിൽ നിന്നും ചാടുന്നതാണ്. നമുക്ക് ഷൂട്ട് ചെയ്താലോ? ഇത്രയും മുകളിൽ താഴെ വീണോ? താഴോട്ട് നോക്ക്. മൗണ്ട് എവറസ്റ്റ് ഇതിന്റെ താഴെയാണെന്നാ തോന്നുന്നത്. കൊച്ചളിയാ, ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ എല്ലാം ഉറുമ്പുകളെ പോലെയുണ്ട്. എടാ, അത് ഉറുമ്പ് തന്നെയാ. താഴ്ച ദാണ്ട് ഇവിടെയാണ്. നിങ്ങളാരും പേടിക്കണ്ട. ഡയറക്ടർ സേഫ്റ്റി ഇല്ലാതെ നമ്മളെ ചാടാൻ സമ്മതിക്കില്ല. എല്ലാവരും റെഡിയാണോ? ഇല്ല. ഓക്കേ. അടിപൊളി, അടിപൊളി. ഇയാളൊരു ദുഷ്ടൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും താഴ്ചയിലേക്ക് നമ്മളെ തള്ളി വിടുവോ? സംശയമുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു സീന്? നിങ്ങളുടെ ഈ വീഴ്ചയുടെ അവസാനം എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും കാറ്റ് പോകുന്നത് കണ്ടാലും താൻ തൃപ്തനാവില്ലെന്നാ തോന്നുന്നത്. അല്ല, തനിക്ക് എന്താണോ വേണ്ടത്? ഡയറക്ടർ സാറേ, നിങ്ങളുടെ പക്കലെ ഡയലോഗ്സ് ഒന്നും ഇല്ലേ? തീർച്ചയായും. അടുത്ത സീൻ മുഴുവൻ നിറയെ ഡയലോഗ് ഉള്ള സീനാണ്. എന്ത് ഡയലോഗാ? ഡയലോഗ്സ് ആണ്. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇനി താൻ ഞങ്ങളെ വെച്ച് എന്ത് ചെയ്യാൻ പോവാ? അടുത്ത് ചെയ്യാൻ പോകുന്നത് സർക്കസ് സീനാണ്. അവിടെ അല്പം പൊക്കത്തിൽ ഒരു കയർ കെട്ടിയിരിക്കും. അതിന്റെ മുകളിലൂടെ നിങ്ങൾ ബാലൻസ് ചെയ്യണം. ചേട്ടായേ, ഒരു ബിസ്ക്കറ്റിംഗ് എടുത്തോണ്ട് വാ. ഹേയ്, നിനക്കൊരു മര്യാദ ഇല്ലടാ. അടുത്ത സൂപ്പർ സ്റ്റാറിന്റെ ദേഹത്താണ് നീ ഒരു ബിസ്ക്കറ്റ് എടുത്തെറിഞ്ഞത്. ചേട്ടാ, എനിക്കൊരു ചായ തരൂ. സാർ വേറെ എന്തെങ്കിലും വേണോ? ഞാനൊരു ബിസ്ക്കറ്റ് ചോദിച്ചപ്പോ താൻ എന്റെ മോന്തക്കിട്ട എറിഞ്ഞെന്നത്. ഇന്ന് നടന്മാരെക്കാളും കൂടുതൽ മര്യാദ കൊടുക്കുന്നത് മാനേജർമാർക്കാണ്. എന്നെയാണോ വിളിച്ചത്? നമുക്ക് എന്തായാലും വ്യത്യസ്തമായ ഒരു അവാർഡ് കിട്ടും. നമ്മുടെ ആദ്യത്തെ പടം തന്നെ ആയിരിക്കും അവസാനത്തെ പടം. ഈ കയർ ഒരു ടീഷർട്ടിന്റെ ഭാരം പോലും താങ്ങില്ല. പിന്നെ നമ്മളെ എങ്ങനെ താങ്ങും? നിങ്ങൾ ഈ കയറിലൂടെ നടന്നു പോകണം. കത്തി ജ്വലിക്കുന്ന തീയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടണം. എല്ലാരും റെഡിയല്ലേ? ഓക്കേ. നിന്നോടല്ല, ഞാൻ ബണ്ണിയോടാ പറഞ്ഞത്. റൈറ്റ്, റൈറ്റ്, റൈറ്റ്. നിന്നോടല്ല, ഞാൻ സോർദാറിനോടാ ഇത് പറഞ്ഞത്. കോൺസെൻട്രേഷൻ കളയല്ലേ. കാരണം ഞാൻ വീണാ ഞാൻ പറന്ന് രക്ഷപ്പെടും. എന്നാൽ നിങ്ങൾ വീണാലുണ്ടല്ലോ തന്തൂരിയായി പോവും. സംശയട്ടോ?
ഡയറക്ടർ സാറേ, നിങ്ങൾക്ക് ഞങ്ങളെ വെച്ച് ഒരുപാട് സീൻ കിട്ടിയല്ലോ. ഇനി പറയൂ, ഞങ്ങൾ നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ അതോ ഇല്ലയോ? നിങ്ങൾ അഭിനയിപ്പിക്കണോ? ഞാൻ വലിയ ആർട്ടിസ്റ്റുകളെ വെച്ച് മാത്രമേ പടം എടുക്കുള്ളൂ. പിന്നെ എന്തിനാ ഞങ്ങളെ ഇത്ര സീൻ ചെയ്യിപ്പിച്ചത്? ഞാനൊരു പുതിയ ക്യാമറ വാങ്ങിയിരുന്നു. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. മനസ്സിലായോ? അടിച്ചു ഒളിച്ചു തിമിർത്തു, ഗൊറില്ലയുടെ ഇടി മുഴുവൻ വാങ്ങിച്ചു, മുകളിൽ നിന്ന് താഴേക്ക് ചാടി, തീയിലൂടെ നടന്നു. ഇത് മുഴുവൻ ഇയാളുടെ ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നല്ലേ? ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റ് സയന്റിസ്റ്റുകൾ പോലും എടുക്കില്ല ചേട്ടാ. ഒരു സീൻ കൂടെ ബാക്കിയുണ്ട്. ഡാമിന്റെ പുറത്തു നിന്നുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൈകൊണ്ട് വെള്ളം കോരിയെടുക്കണം. ചെയ്യാമോ? കൂട്ടുകാരെ, ഞാനൊരു ശാന്ത സ്വഭാവക്കാരനാണ്. എന്നാൽ ഇയാളെ തല്ലുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. തല്ലിവരെ. നമ്മക്കിട്ട് തന്ന പണി നമ്മൾ അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ആ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് തന്നെയാണ് തക്ക ശിക്ഷ. എന്നോട് നിങ്ങൾ ക്ഷമിക്കൂ. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം എനിക്ക് മനസ്സിലായി. എടാ, നിങ്ങൾക്ക് അഭിനയിക്കാൻ റോള് കിട്ടിയോടാ? കിട്ടിയില്ലെങ്കിൽ പറ, മറ്റൊരു ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ട്.